ിലേക്ക് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഒരുപക്ഷെ ഈ അറസ്റ്റ് പോലെയുള്ള കടുത്ത നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുവാനുള്ള സാധ്യതകൾ നേരത്തെ കണ്ടതാണ്. കാരണം ഹൈക്കോടതി അറസ്റ്റ് തടയുവാനുള്ള ഒരു നീക്കവും നടത്തിയില്ല. ഏപ്രിൽ 22 ഹർജി മാറ്റുകയും ചെയ്തിരുന്നു. എന്താണിപ്പോൾ സംഭവിക്കുന്നത് എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? ഇത് കൃത്യമായ രാഷ്ട്രീയ പകപോക്കൽ എന്ന നിലയിൽ മാത്രം നോക്കിക്കാണേണ്ട ഒന്നാണോ? ഇത് കേവലപരമായിട്ടൊരു പകപോക്കൽ മാത്രമല്ല, നമ്മുടെ ജനാധിപത്യം അപകടത്തിലാണ്. ഒരു രാജ്യത്ത് പോലും ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞ് ഒരു വലിയൊരു ജനാധിപത്യ പ്രക്രിയ ആരംഭിച്ചിരിക്കെ ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ നിരയിലെ ഒരു നേതാവിനെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിട്ടില്ല. ഇനി ഈ ഡൽഹി എക്സൈസ് കേസ് എന്ന് പറഞ്ഞ കേസ് എത്രയോ വർഷങ്ങളായിട്ട് 2-3 വർഷമായിട്ട് പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ഈ ഒരു സമയത്ത് ഒരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. മാത്രമല്ല, ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു കഴിഞ്ഞു എന്ന് അവർ കോടതിയിൽ പല ആവർത്തി പറഞ്ഞതാണ്. ഒറ്റ കാര്യമുള്ളൂ, അതായത് ഇന്നത്തെ ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന് ഒരു ഇടമില്ല, അല്ലെങ്കിൽ ഡിസെന്റിന് അല്ലെങ്കിൽ വിയോജിപ്പിന് ഒരു സ്പേസ് ഇല്ല എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് വന്നത്. മാത്രമല്ല, സുപ്രീം കോടതി നാളെ ഈ കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഇതുപോലൊരു നടപടി ഉണ്ടായത് എന്നുള്ളത് അത്യന്തം അപലപനീയമായിട്ടുള്ള ഒരു നടപടിയായി. അവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ്, താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ കോടതിക്ക് മുന്നിലേക്ക് എത്തിയ ഒന്നാണ്. നേരത്തെ പലതവണ ED സമൻസ് അയച്ചിരുന്നു. അപ്പോഴെല്ലാം അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ കാണാമെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയൊരു പശ്ചാത്തലം ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിനും ഊഹിക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തെ ഒഴിവാക്കാൻ AAPക്ക് സാധിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ കേജ്രിവാളിനെ പൂട്ടിക്കെട്ടുക അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പൂട്ടിക്കെട്ടുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ ഡൽഹി എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട തുകയുടെ ക്രയവിക്രയമെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികള് സമർത്ഥിക്കുന്ന ആ കണക്ക് എന്താണ്? 100 കോടി, 200 കോടി, 300 കോടി അല്ലേ? ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്ന കണക്കുകൾ എത്രയാണ്? അതായത് 1 കോടി രൂപ പോലും ലാഭമില്ലാത്ത കമ്പനികൾ 130 കോടി 150 കോടിയൊക്കെ സംഭാവന ചെയ്ത് മണി ലോണ്ടറിങ് നടത്തി കള്ളപ്പണ ഇടപാട് നടത്തിയൊരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഏതെങ്കിലും ഒരു കോൺസ്റ്റബിളിനെ ആ കമ്പനിയിലേക്ക് ഇവർ പറഞ്ഞയച്ചിട്ടുണ്ടോ? ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കോൺസ്റ്റബിളിനെ നേരത്തെ പറഞ്ഞയക്കുന്നു. ED നേരത്തെ എത്തി പരിശോധന നടത്തിയ കമ്പനികളാണല്ലോ കൂടുതൽ തുക നൽകിയത്. ഈ വിവരം വന്ന ശേഷം ശരി, ഈ വിവരം വന്ന ശേഷം ഏതെങ്കിലും കോൺസ്റ്റബിളിനെ അയച്ചിട്ടുണ്ടോ? ഇവിടെ കേരളത്തിൽ തന്നെ ഈ കുഴപ്പണ ഇടപാട് വന്ന് അതിന്റെ ഡോസിർ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇവിടുത്തെ സംസ്ഥാന പോലീസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയതല്ലേ? ആരെങ്കിലും പിന്നെ അയച്ചിട്ടുണ്ടോ? ഒരു സിപ്പായി അയച്ചിട്ടുണ്ടോ? ഇത് തെരഞ്ഞു പിടിച്ച് പ്രതിപക്ഷത്തെ നിരായുധീകരിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് പോവുകയാണ്. പക്ഷെ ഒരു കാര്യം മോഡി മനസ്സിലാക്കണം, ഇതിനേക്കാളും വലിയ സ്വേച്ഛാധിപതികൾ മൂക്കുകുത്തിയ ചരിത്രമാണ് ലോകത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് സർവ്വസന്നാഹങ്ങളുമായിട്ട് പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച പല സ്വേച്ഛാധിപതികളും പിന്നീട് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് സ്ഥാനം പിടിച്ചതെന്നുള്ള കാര്യം അവർ ഓർക്കുന്നത് നന്നാണ്. ശരി, ഒരു കാര്യം കൂടി, ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടം ആണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അഴിമതി നടത്തുന്നവർ അത് മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും ഞങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല എന്ന് രാഷ്ട്രീയമായി ഇതിനെ പ്രയോഗിക്കാൻ സാധിക്കും. മറുഭാഗത്ത് കേന്ദ്ര സർക്കാർ എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നു എന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിന്റെ വാദം. തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നാണ് താങ്കളുടെ നിരീക്ഷണം? ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ വാഷിംഗ് മെഷീനാണല്ലോ BJP. അവർ ഏറ്റവും വലിയ അഴിമതിക്കാരെന്ന് പറഞ്ഞ ആൾക്കാരെ എല്ലാം ആ വാഷിംഗ് മെഷീനുള്ളിലേക്ക് ഇട്ടിട്ട് വെളുപ്പിച്ച് എടുക്കാനുള്ള പരിപാടി. ഇന്ന് അവരുടെ കൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ എന്തായിരുന്നു? അഴിമതി ആരോപണത്തിൽ മുങ്ങിത്താന്നവരായിരുന്നില്ലേ? ഇപ്പോൾ മഹാരാഷ്ട്രയില് നമ്മുടെ അജിത് പവാറിന് നാച്ചുറലി കറപ്റ്റ് എന്ന് പറഞ്ഞല്ലേ അവര് പറഞ്ഞുകൊണ്ടിരുന്നത്? NCPയുടെ ഫുൾ ഫോം എന്തായിരുന്നു? നാച്ചുറലി കറപ്റ്റ് പാർട്ടി എന്നല്ലേ? അപ്പൊ അവരുടെ കൂടേക്ക് പോകുന്ന ആൾക്കാർ എത്ര കൊള്ളരുതായ്മ ചെയ്താലും, കള്ളം ചെയ്താലും, കൊള്ള ചെയ്താലും
അവരൊക്കെ പിന്നീട് വെളുപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യമല്ലേ ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ രാജ്യസഭയിൽ MP ആയിട്ട് എനിക്കറിയാം, നമ്മുടെ സഹപ്രവർത്തകരാണ് രമേശ് എന്ന് പറഞ്ഞ ആള്. അയാളുടെ ഇൻകം ടാക്സും മറ്റ് CBI റെയ്ഡ് ചെയ്തു. പിന്നീട് അയാൾ എന്ത് ചെയ്തു? തെലുങ്കുദേശം പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് വന്നു. BJP-യുടെ ഭാഗമായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അയാൾക്ക് ഈ പറയുന്ന പുതിയ കോൺട്രാക്റ്റുകൾ കിട്ടി. 42 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു. ഇങ്ങനെയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ അത്ര അഴിമതി ലോകത്ത് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇതുപോലെ സംഘടിതമായിട്ടുള്ള കൊള്ള നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ആ പാർട്ടിക്ക് ഈ കേജ്രിവാളിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ധാർമ്മികമായിട്ടുള്ള കാര്യമുണ്ടോ? ആ 80,000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചപ്പോൾ ആ ബോണ്ടൊക്കെ എവിടുന്നാണ് കിട്ടിയെന്ന് പറയാനുള്ള ഒരു മര്യാദ അവർക്കില്ലേ? അതുപോലും പറഞ്ഞില്ല. ഞങ്ങൾ കണക്ക് സൂക്ഷിച്ചില്ല എന്നാ പറയുന്നത്. ആരൊക്കെയോ വന്നിട്ട് വഴിയിൽ വന്നിട്ട് പൈസ കൊടുത്തിട്ട് പോയി എന്നാ പറയണത്. ലോകത്ത് ആരെങ്കിലും ₹1 കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യുപകാരമില്ലാതെ കൊടുക്കാറുണ്ടോ? ഒരു മിഠായി മേടിച്ചു കൊടുത്താൽ അതിന് പ്രത്യുപകാരം കിട്ടണ്ടേ? ആ കാലഘട്ടത്തിൽ BJP പറയുകയാണ്, ഞങ്ങൾക്കറിയില്ല, ആരോ വന്ന് എൻവലപ്പ് വെച്ചിട്ട് പോയി. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത എത്രയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. വളരെ നന്ദി ജോൺ ബ്രിട്ടാസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. കേന്ദ്ര ഏജൻസികളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുകയാണ് പ്രതിപക്ഷ നേതാക്കളെ എന്നാണ് ജോൺ ബ്രിട്ടാസും ആവർത്തിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള വലിയ അഴിമതികൾ പുറത്തു വരുമ്പോൾ അത്തരം കമ്പനികൾക്ക് നേരെ ചെറുവിരൽ അനക്കാൻ പോലും കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല എന്ന വിമർശനം കൂടി അദ്ദേഹം ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നു.